ഹലോ, എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മളിവിടെ ഫുള്ള് നിലം കോൺക്രീറ്റ് ചെയ്യാണ്. ഫുള്ള് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഈ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ള തുണിയും വെള്ള കുപ്പായിട്ട് ഇങ്ങനെ പല ആൾക്കാർ പല സൈറ്റിലും വരും. കോൺക്രീറ്റിൽ നിന്നൊക്കെ പല ആൾക്കാർ സൈറ്റിൽ വന്ന് പറയും ഈ എംസാൻഡ് കണ്ടെങ്കിൽ ഈ എംസാൻഡ് ഫുൾ തരിക കംപ്ലീറ്റ് ഒരു പൊടി ഇതിലില്ല. ഈ എംസാൻഡിൽ ഒരു പൊടിയില്ല. പൊടി ചില സൈറ്റിലൊക്കെ കോൺക്രീറ്റ് ആൾക്കാർ വന്ന് വെറുതെ ഓരോരോ അഭിപ്രായം വരും. ഈ എംസാൻഡ് ചിലപ്പോൾ പൊടിയുള്ളതൊക്കെയാണെങ്കിൽ എംസാൻ നല്ല തരി എംസാൻഡാണ് വേണ്ടത്, തരി എംസാൻഡ് പിടുത്തം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പല അഭിപ്രായം. ഈ കോൺക്രീറ്റിന് ഒരു കണക്കുണ്ട്. നമ്മൾ ഫുൾ തരി ആയിട്ട് കാര്യമില്ല. നമ്മൾ എംസാൻഡ് തരി കൂടുതലാണ് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ മെറ്റൽ കുറയ്ക്കുക ചെയ്യുക. സാധാരണ നമ്മളൊരു സ്ലാബും കാര്യങ്ങളും കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് 5 കൊട്ട എംസാൻഡ് ആയിട്ടെന്ന് വെച്ചാൽ 8 കൊട്ട മെറ്റലാണ് ഉള്ളത്. അത് ചില സംശയം സമയത്ത് അത് ലേശം കുറയിട്ടോ, മെറ്റൽ ലേശം കുറയ്ക്കും. അത് 2 ഇഞ്ചൊക്കെ ആകുമ്പോൾ ലേശം കുറയ്ക്കും, ഒതുങ്ങി കിട്ടൂല. ഈ എംസാൻഡിൽ ശരിക്കും ലേശം പൊടി വേണം. ലേശം പൊടി ഇതിൽ മിസ്സിങ് ഉണ്ടായാലേ എന്താവുള്ളൂ, നമ്മൾ ലെവൽ ചെയ്യുന്ന സമയത്ത് അത് വൃത്തിയായി കിട്ടുള്ളൂ. അതേമാതിരി കണ്ണടിയുള്ളൂ. ഈ കണ്ണടിയണമെങ്കിൽ നിർബന്ധമായിട്ട് പൊടി വേണം. അല്ല നമ്മൾ കണ്ടമാനം ഫുൾ തരി എംസാൻഡിനെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പൊതുവെ നമുക്ക് ഒരു യൂണിറ്റ് സ്ലാബ് വാർക്കിങ്ങിൽ 90 ഫൂട്ട് മെറ്റലാണ് നമ്മൾ എടുക്കല്. 90 ഫൂട്ട് മെറ്റലിന് 65 ഫൂട്ട് എംസാൻഡ് വേണ്ടത്. പക്ഷേ ഇത് വിഷയം എന്താണ്, നമുക്ക് സെയിമായിട്ട് വരും. 90 ഫൂട്ട് മെറ്റലിന് ഏകദേശം 100 ഫൂട്ട് എംസാൻഡ് വരും. എംസാൻഡ് കൂടെ ചെയ്യാം. ഇന്നിപ്പോൾ അവിടെ ഞാൻ ഇപ്പോൾ പറയാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നിപ്പോൾ അവിടെ ഒന്ന് ഓരോടെ അഭിപ്രായം പറഞ്ഞാൽ മെറ്റൽ കണ്ടമാനവിടെ ബാക്കിയാണ്, എംസാൻഡ് തീർന്നു ചെയ്തു. ഈ പണിക്കാകുമ്പോൾ എംസാൻഡ് കിട്ടൂല, എംസാൻഡ് തീരും. അപ്പോൾ ഞാൻ ലെവൽ ചെയ്യണമെന്ന് പറഞ്ഞു, നിങ്ങളെന്താ മെറ്റൽ കൂട്ടായിട്ടില്ലെങ്കിൽ വരുന്നത്? ഒരു കൊട്ട മെറ്റൽ പോലും ഒരു കൂട്ടിലിടാൻ കഴിയുന്നില്ല. അതാണ് സ്ഥിതി. എംസാൻഡ് ജുനേദ് എന്താ ലെവൽ ഉദർപ്പെടും? ജുനേദ് പോലെ കേസ് എന്താ സ്ഥിതി? കോൺക്രീറ്റ് എന്താ സ്ഥിതി? ഒരു കൊട്ട എംസാൻഡിലേക്ക് അരക്കൊട്ട മെറ്റൽ തന്നെ പോകില്ല. ലെവൽ ചെയ്യാൻ കഴിയുന്നത് ചാറ് പൊന്തി കിട്ടുന്നില്ല. അത് ശരി, എങ്ങനെ പിടിച്ചിട്ടും കിട്ടുന്നില്ല. ഇത് നമ്മൾ കണ്ടോ, നമ്മൾ ഇവിടെ ചെയ്തതാ ഇങ്ങനെയാണ്. ഒരു 3/4 കൊട്ട മെറ്റല് നമുക്ക് ഇതിൽ ഇടാൻ കഴിയുന്നുള്ളൂ. 3/4 കൊട്ട മെറ്റല് ഒരു ഫുൾ എംസാൻഡിന്റെ കൊട്ടാനെ വലിയ കൊട്ടയാണ്. ഈ എംസാൻഡിന്റെ കൊട്ട കണ്ടോ, ഇത് വലിയ കൊട്ട. ഈ വലിയ കൊട്ടയിൽ തോന്നുന്നു ഫുള്ളും ഇത് കണ്ടത് ചെറുപ്പാണ്. അപ്പൊ ഞമ്മ വെറുതെ തോന്നാണ് കുറെ എംസാൻഡ്, കുറെ തരിയുള്ള എംസാൻഡ് വേണ്ടി എന്നാലേ കൊടുത്തോ, വെറുതെ തോന്നാണ്. ഓരോന്നിനും നമ്മൾ പണിയെടുക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഇതറിയുള്ളൂ. ഞാൻ പണിയെടുക്കില്ല, അതിനോട് എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. ഇന്ന് പണിയെടുക്കുന്ന ഓർക്ക് അതിനുള്ള മെത്തേഡുകൾ അറിയുള്ളൂ. ഓർസി വല ഞങ്ങൾ ഓട്ടാങ്ങോട്ട് കിട്ടൂല. അതിങ്ങനെ കല്ലിങ്ങനെ ഉരുണ്ട് കളിക്കുക ചെയ്യാം. ഇതിന് ഗ്രൗട്ട് എവിടേക്ക് എത്തിയില്ല. ശരിക്കും ഇതിനെ കറക്റ്റ് കൊടുത്താൽ അവിടെ എന്താണ്, അതിന് വേണ്ടി സിമെന്റും വേണം, അതിന് വേണ്ടി ഗ്രൗട്ടും വേണം, എല്ലാ സാധനവും അതിന് വേണം. അല്ല നമ്മൾ കുറെ എംസാൻഡ് മെല്ല് കൂട്ടി യാതൊരു കാര്യമില്ല. പിന്നെ നമ്മൾ ഓരോ സംഗതി ഇവിടെ കുറയ്ക്കുകയാണ് ചെയ്യാം. ഇവിടെ മെറ്റൽ കുറയ്ക്കേണ്ടി വന്ന് മെറ്റൽ കുറയ്ക്കുമ്പോൾ നമുക്ക് അവിടെ ഗ്രൗട്ട് കിട്ടും. ഗ്രൗട്ട് കിട്ടാൻ നിർബന്ധമാണ്. ഗ്രൗട്ട് കിട്ടുമ്പോഴേ എന്താവുള്ളൂ, സ്ട്രോങ് ഉണ്ടാവുള്ളൂ. സ്ട്രോങ് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, മെറ്റൽ കിട്ടണം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ശരിയതികള്. പിന്നെതാ നമ്മൾ ഫുള്ളി തോണി ഓരോ റൂമിനും കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാട്ടോ. ഈ സമയം ഫ്ലാറ്റ് നമ്മൾ പുറത്തിട്ടിങ്ങാട്ട് കൊണ്ടുവന്ന് കുത്തുന്ന സമയത്ത് ആൾക്കാർ കുറേ വേണം, പണി ഭയങ്കര റിസ്ക്കാണ്. ഇത് ഏകദേശം ഇത് മൊത്തം നമുക്കിത് ചെയ്യാൻ ഏകദേശം 20 ചാക്കിൻ്റെ പണികളുണ്ടാവും. ഇത് കംപ്ലീറ്റ് ഉണ്ട്. അതൊന്നും തീരെ വൃത്തിയാണ് കിട്ടില്ല. ഇത് ഫുള്ള് തരിയായിട്ടാണ് വൃത്തി കിട്ടാതെ, ഒരതിയിട്ട് വൃത്തിയേ ഇല്ല. ഒരാൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കുന്നത്, എന്ത് പണിയാന്ന് വിചാരിക്കും. കണ്ടോ, ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമമുണ്ട് ഈ പണി കാണുമ്പോൾ. കാരണം ഇത് ഇങ്ങനെ കിട്ടുള്ളൂ. തരി കൂടിയിട്ടാണിത്. തരി ഇത്ര കൂടാൻ പാടില്ല. തരി കുറഞ്ഞാൽ തന്നെ എന്താ ഉള്ളൂ, അത് വൃത്തിയിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോ റൂമിലും കൊണ്ടുവന്ന് തോണി സെറ്റ് ചെയ്യാണ്. ഓരോ റൂമിലും കൊണ്ടുവന്ന് തോണി സെറ്റ് ചെയ്ത് നേരെ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 പണി ലാഭം. ഒന്ന് ഷവ്വൽ കുത്തണ്ട, 2 ചട്ടിയിൽ കോരി കൊണ്ടുവണ്ട. ഇങ്ങനെ 2-3 പണി നമുക്ക് ലാഭമുണ്ട്. ഇതിങ്ങനെ മാറ്റി തോണി ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സ്ഥിതികൾ. 80 ഫൂട്ട് എംസാൻഡ് നമ്മൾ ഇറക്കിന്. 80 ഫൂട്ട് എംസാൻഡ് ഇറക്കിയത് കണ്ട, എംസാൻഡ് തീരാനായി. ഇത് പണിക്ക് ഇത് കിട്ടില്ല. ഒരു 20 ഫൂട്ട് എംസാൻഡ് ഇതിൽ ഷോർട്ട് വരും ഉറപ്പാണ്. 20 ഫൂട്ട് എംസാൻഡ് ഇതിൽ ഷോർട്ട് ഉണ്ടാവും, തയ്യൂല. പക്ഷേ ഇതിന് മെറ്റൽ കണ്ടോ, മെറ്റൽ ഒരുപാട് ബാക്കിയാണ്. മെറ്റൽ കാഭാഗം എടുത്തിയില്ല. 100 ഫൂട്ട് മെറ്റൽ ഇറക്കിന്, 100 ഫൂട്ട് മെറ്റൽ ഇറക്കിയ കാഭാഗം എടുത്തില്ല. മെറ്റൽ ഇത് പകുതി ബാക്കി ഉണ്ടാവും.
ഉറപ്പ് ഒരു 60-70 ഫൂട്ട് മെറ്റലേ പോവുള്ളൂ. ബാക്കിയുള്ള മെറ്റലോട് ബാക്കിയുണ്ട്. ഒരു 30-40 ഫൂട്ട് മെറ്റൽ ബാക്കിയുണ്ടാവും. ആ 30-40 ഫൂട്ട് മെറ്റൽ ബാക്കിയുള്ള കാരണം എന്താണ്? നമ്മൾ എംസാൻഡ് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് മെറ്റൽ യാസ്റ്റ് ബാക്കിയുള്ള കാരണം. ഓക്കെ, കണ്ടമാനം മെറ്റൽ വരും. അത് കറക്റ്റ് എംസാൻഡിൽ പൊടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയാണ് എന്താ രണ്ടും മിക്സിങ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇത് മിക്സിങ് കറക്റ്റാക്കാനുള്ളത് എന്തോ നമ്മൾ മെറ്റൽ കുറച്ചും കണ്ടാണ് മിക്സിങ് കറക്റ്റാക്കുന്നത്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ. അപ്പോൾ ഓരോന്നിനും ഓരോ റൂട്ടുണ്ട്. റൂട്ട് ക്ലിയർ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും റെഡി ആവുള്ളൂ. അല്ല നമ്മൾ കുറേ എംസാൻഡ് വലിയ തരിയുള്ള എംസാൻഡ് കൊണ്ട് അപ്പോൾ രോഗികൾ ഒരു പൊടി ഇതിലില്ല. കംപ്ലീറ്റ് തരി എംസാൻഡ്. ഒരു ബേബി മെറ്റൽ തന്നെ ചുരുക്കി പറഞ്ഞാൽ കണ്ടോ, കംപ്ലീറ്റ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ലേശം പൊടിയുള്ള എംസാൻഡ് തന്നെ കൊണ്ടുവരണം കേട്ടോ. പൊടിയുള്ള എംസാൻഡ്, മിക്സിങ്ങുള്ള എംസാൻഡ്, മേഡിൻ ലെവലുള്ള അതിൻ്റെ ഉള്ള വൃത്തിയുള്ള മിയ ആയിരിക്കും. ഓക്കെ.